ഹായ് മക്കളെ, കഴിഞ്ഞ തവണ +2 എക്സാം തോറ്റുപോയ കുട്ടികൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അവർക്കുള്ള സംശയം ഇതാണ്: ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് എക്സാം പാസ്സാവാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ, അതുകൊണ്ട് അത്ര ടഫ് അല്ലാത്ത ഏതെങ്കിലും രീതിയിൽ പാസ്സാവാൻ പറ്റുമോ? വല്ല ഉഡായിപ്പും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ കുട്ടികൾ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ആ കുട്ടികൾക്കുള്ള ഉത്തരമാണിത്. ആ കുട്ടികൾ മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് പഠനം മുടങ്ങിപ്പോയ, 10ാം ക്ലാസ് എടുക്കാൻ പറ്റാതെ പോയ, +2 എടുക്കാൻ പറ്റാതെ പോയ എല്ലാവർക്കുമുള്ള വീഡിയോ ആണ്. നിങ്ങൾ ഉഡായിപ്പ് വഴികളൊന്നും തേടിപ്പോണ്ട. നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടൊരു വഴിയുണ്ട്. ആ വഴിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. വെറും 6 മാസം കൊണ്ട് 5 വിഷയം എഴുതി നിങ്ങൾക്ക് NIOS സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാം. NIOS എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ആണ്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരത്തോട് കൂടിയിട്ടുള്ള 10ാം ക്ലാസ്സും +2 വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം ഒന്നും പാഴാവില്ല. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്ന ഒരവസരം തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അത് നിങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുക. ഇതിനെപ്പറ്റി കുറേ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ആദ്യം ഉണ്ടാകുന്ന സംശയം ഇതായിരിക്കും: ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്നായിരിക്കും. NIOS എന്ന് പറയുന്നത് കേരള സർക്കാർ പോലെ തന്നെ കർണാടക, തമിഴ്നാട് തുടങ്ങിയ എല്ലാ സർക്കാരുകൾക്കും ഓരോ ബോർഡുണ്ട്. അപ്പോൾ കേരള സർക്കാർ, നമ്മൾ മലയാളികൾ കേരള സർക്കാരിൻ്റെ ബോർഡിൻ്റെ കീഴിലായിരിക്കും 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുണ്ടാവുക. ഈ കഴിഞ്ഞ കുട്ടികൾ നമുക്ക് എല്ലാ ജോലിയും ചെയ്യാം അല്ലേ? ഗവൺമെൻറ് അംഗീകൃത ജോലിക്കൊക്കെ അപേക്ഷിക്കാം, പുറത്തേക്ക് പോകാം, ഒന്നും തടസ്സമില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക്, ഇതുപോലെ തോറ്റുപോയ കുട്ടികൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു സെക്കൻഡ് ഓപ്ഷനാണ് NIOS എന്ന് പറഞ്ഞ ബോർഡ്. സോ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാല്യൂബിൾ ആണോ, വാലിഡ് ആണോ എന്നുള്ള ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. 100% വാലിഡ് ആണ്. രണ്ടാമത്തെ ഒരു സംശയം ഉണ്ടാവുന്നത്, +1ഉം +2ഉം 6 മാസം വെച്ച് എഴുതണോ, +1 6 മാസം എഴുതണോ, +2 6 മാസം എഴുതണോ എന്നുള്ള സംശയം ഉണ്ടാവും. 10ാം ക്ലാസ് 6 മാസം കൊണ്ട് തീരുമോ എന്നുള്ള സംശയം ഉണ്ടാവും. ഇതിനുള്ള സംശയത്തിനുള്ള ഉത്തരം ഇതാണ്: വർഷത്തിൽ ഏപ്രിലും ഒക്ടോബറിലുമാണ് എക്സാം നടക്കുന്നത്. ഈ ഏപ്രിലും ഒക്ടോബറിലും എക്സാം നടക്കുന്നത് +1 +2 എന്ന് ഡിഫറൻസ് അതിനകത്തില്ല. +2 മാത്രമേ ഉള്ളൂ. +1 നിങ്ങൾ സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. വെറും 6 മാസം കൊണ്ട് +2 മാത്രം എഴുതിയെടുത്താൽ മതി. അത് മാത്രമല്ല, 5 വിഷയം മാത്രം നിങ്ങൾക്ക് എഴുതിയാൽ മതി. 10ാം ക്ലാസ്സിനും അതുപോലെ തന്നെ 5 വിഷയം എഴുതിയാൽ മതി. നിങ്ങൾക്ക് PSC UPSCക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 വിഷയം ഓപ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. സോ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ, ടച്ച് വിട്ടുപോയ ആളുകളാണ്, ഇനി എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ആളുകളുടെ സംശയത്തിനാണ് ഉത്തരം വേണ്ടതെങ്കിൽ അതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്, ഞങ്ങളുടെ പാഠ്യപദ്ധതി തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായ പാഠ്യപദ്ധതിയാണ് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയതുള്ളതാണ്. കാരണം ക്ലാസ്സിലെ ഏറ്റവും IQ ലെവൽ കുറഞ്ഞ, പഠന വൈകല്യമുള്ള കുട്ടിക്ക് മനസ്സിലാവേണ്ട രീതിയിലാണ് ഞങ്ങളിവിടെ ക്ലാസ്സുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പാഠ്യപദ്ധതി കണ്ടാൽ തന്നെ, ഒരു അഡ്മിഷൻ എടുത്ത കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഒരു സന്ദേശം ഞങ്ങളുടെ അടുത്ത് നിന്ന് വരും. ആ ഒരു സന്ദേശം വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളത്. സോ അതിൽ നമ്മൾ വാട്സപ്പ് സ്റ്റിക്കേഴ്സ്, ഇമോജീസ് തുടങ്ങിയ ഞങ്ങളുടെ ഐഡിയാസൊക്കെ കോർത്തിണക്കി നല്ല അടിപൊളി മെത്തേഡിലൂടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അതെൻ്റെ കോൺഫിഡൻസ് ആണ്. ബിക്കോസ് ഞാനാണ് ക്ലാസ്സിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ വേവലാതിയും വേണ്ട. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് പഠിച്ച് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഇനി ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സമയം ഓൾറെഡി നിങ്ങൾ വേസ്റ്റ് ആക്കിയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിൽ സമയം വേസ്റ്റ് ആക്കാനില്ല. സമയം മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടാത്തതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കാശ് കൊടുത്താലെങ്കിലും ചിലപ്പോൾ തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ സമയം നമുക്ക് തിരിച്ച് കിട്ടില്ല. സമയം എന്ന് പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ വയസ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അല്ലേ? അപ്പോൾ സമയം നമുക്ക് തിരിച്ച് കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ തീരുമാനം ഏറ്റവും പെട്ടെന്ന് എടുക്കുക. അത് നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിച്ച് കിടക്കുന്ന ആളുകളാണെങ്കിൽ അത് തിരിച്ച് പിടിക്കുക. ഓക്കെ, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ താഴെ കാണുന്ന നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇനി നിങ്ങൾക്ക് ക്ലാസ് വേണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചിട്ട് ഞങ്ങളോട് നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ തരാൻ ഒരുക്കമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ള റോള് മാത്രമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരാൾ പോലും വിദ്യാഭ്യാസം ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പഠനം മുടങ്ങിക്കിടക്കാതെ നിങ്ങൾ ആ പഠനം പൂർത്തീകരിക്കുക, വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് പറക്കുക. അതുമാത്രമേ ഞങ്ങളുടെ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസപരമായ എല്ലാ ഡൗട്ടുകൾക്കും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ മാത്രം ഞങ്ങളെ വിളിക്കണം എന്നില്ല, എല്ലാവർക്കും വിളിക്കാം. ഞങ്ങളാൽ കഴിയുന്ന ഏതുവിധ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ ഒരുക്കമാണ്.
അതുപോലെ ഒരു സംശയം കൂടെ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജോലിക്ക് ഇറങ്ങിയ കുട്ടികളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുറം നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗൾഫ് നാടുകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ആപ്ലിക്കേഷൻ വഴിയാണ് ഞങ്ങൾ ക്ലാസ്സുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ തിരക്കുകളൊക്കെ മാനിച്ചാണ് ഞങ്ങളിവിടെ പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും മിസ്സാക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചിറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഗൾഫിലൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എക്സാം നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ പുറത്തുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് വഴി നിങ്ങൾ എപ്പോഴാണോ നാട്ടിലെത്തുന്നത് ആ നാട്ടിൽ എത്തുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തടസ്സമല്ല. അപ്പം നിങ്ങൾ ആദ്യം തയ്യാറാവുക എന്ന് മാത്രമേ ഉള്ളൂ. അത് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഒരു തടസ്സമല്ല. കൂടെ ഞങ്ങളുണ്ട്. എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രം വിളിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നോ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ ആലോചിച്ച് നിങ്ങൾ വിളിച്ചോ. നിങ്ങൾക്ക് ഇനി എന്ത് പഠിക്കണം എന്ന് ആലോചിച്ച് വിളിച്ചോ. ഞങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തു തരാൻ ഒരുക്കമാണ്. അഡ്മിഷൻ എടുക്കണം അല്ലെങ്കിൽ ഇവിടെ വിളിച്ചാൽ നിർബന്ധമായി അഡ്മിഷൻ എടുക്കേണ്ടി വരുമോ എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് എങ്ങനെ വേണം ഞങ്ങൾ വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.